ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് 3rd ചാപ്റ്റർ തൊഴിൽ വൈവിധ്യങ്ങൾ. ഇവിടെ കുറേ പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിക്ചേഴ്സൊക്കെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. എന്നിട്ട് പറയാണ്, ദിവസേന വീട്ടിലെ പൂന്തോട്ടം കൃത്യതയോടെ നനയ്ക്കുന്നതിന് കീർത്തിക്ക് അച്ഛനും അമ്മയും മിഠായി സമ്മാനമായി നൽകുന്നൊരു ചിത്രം. വീട്ടിലെ തുണികൾ കൃത്യതയോടെ മടക്കി വെക്കുന്നതിന് തേജസ്സിന് അച്ഛനും അമ്മയും ഒരു കഥാബുക്കൊക്കെ കൊടുക്കണ ചിത്രമൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവും ലഭിക്കുന്നു. അധ്യാപനം, കച്ചവടം, ആതുര സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികൾക്ക് പ്രതിഫലമായി പണം ലഭിക്കുന്നു. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. ഇങ്ങനെ പണം പ്രതിഫലമായി ലഭിക്കുന്ന മറ്റു പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തും. ഇനി NV കൃഷ്ണവാര്യരുടെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. പഠിപ്പു തീർന്നാൽ എന്ന് പറഞ്ഞിട്ട്. പഠിപ്പു തീർന്നാൽ പള്ളിക്കൂടം വിട്ടു കഴിഞ്ഞെന്നാൽ പറയുക പിന്നീടെന്തൊരു പണിക്കു പോകും നീ. അതിൽ ഒന്നാമൻ പറയണത് കൃഷിക്കു പോകും ഞാൻ. രണ്ടാമൻ പറയണത് പണം മുടക്കി കോടിക്കണക്കിന് കച്ചവടത്തിനായി. അങ്ങനെയുള്ള കുറച്ച് വരികളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം നാം തിരഞ്ഞെടുക്കുന്ന വിവിധ തൊഴിലുകളെക്കുറിച്ചാണ് ആ ഒരു കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് ചോദിക്കണ്ടേ, കായികമായ തൊഴിൽ മാത്രമാണോ മനുഷ്യർ ചെയ്യുന്നത്? വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ. ഇനി കൂലിയും ശമ്പളവും. കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി. മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത്. എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം. ഇനി വരുമാന സ്രോതസ്സുകൾ. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്നത് വിവിധ തരം തൊഴിലുകളിലൂടെയാണ്. കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപം, ആസ്തി എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ. ഇനി എന്താണ് ആസ്തികൾ? വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാൽ ആസ്തികൾ അറിയപ്പെടുന്നു. കെട്ടിടങ്ങൾ, വസ്തുവകകൾ തുടങ്ങിയവ ആസ്തികൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും. അതിനു മുമ്പായിട്ട് വരുമാന സ്രോതസ്സും അതിൽ നിന്ന് കിട്ടിയ വരുമാനവും കൊടുത്തിട്ടുണ്ട്. കൃഷിയുടെ വരുമാനമാണ് വിള. കൃഷി, വിള. തൊഴിലിൻ്റെ വരുമാനം കൂലി ഓർ ശമ്പളം. ബിസിനസ്സിൻ്റെ വരുമാനം ലാഭം. ബാങ്ക് നിക്ഷേപത്തിൻ്റെ വരുമാനം പലിശ. ആസ്തികളുടെ വരുമാനം വാടക ഓർ പട്ടം. ഓഹരി നിക്ഷേപങ്ങളുടെ വരുമാനം ലാഭവിഹിതം. ഇനി വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനം. വരുമാന സ്രോതസ്സ് വ്യത്യസ്തമായിരിക്കുന്നത് പോലെ അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വ്യത്യസ്തമായിരിക്കും. ഒരു വ്യക്തിക്കു തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാൻ കഴിയും. ഉദാഹരണത്തിന്, കൃഷിയിലേർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭ്യമാകുന്ന പലിശയും കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന ലാഭവും ആ വ്യക്തിയുടെ വരുമാനമാണ്. ഇത്തരത്തിൽ തൊഴിലുകളിലൂടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു.
ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം. ഇനി വിവിധ തരം തൊഴിലുകൾ കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഡോക്ടർ, പിന്നെ ഒരു കൃഷിക്കാരന്, അധ്യാപകന്, ഡ്രൈവറ്, ഒരു അഭിഭാഷകന്, ഇങ്ങനെയൊക്കെയുള്ള തൊഴിലുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി കാർഷിക തൊഴിലും കാർഷികേതര തൊഴിലും. പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നു, കന്നുകാലികളെ വളർത്തുന്നു, മത്സ്യകൃഷി, ഇവയൊക്കെ കാർഷിക തൊഴിലുകൾക്ക് എക്സാമ്പിളാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിൽ മൊത്തം തൊഴിലാളികളിൽ 46.5% പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് 2022-23 എക്കണോമിക് റിവ്യൂ റിപ്പോർട്ട്. ഇനി കാർഷികേതര തൊഴിൽ. കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളെയും കാർഷികേതര തൊഴിലായി പരിഗണിക്കാം. വ്യാവസായികാടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധ തരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ്. വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിങ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിൽ തുടങ്ങിയവ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി എന്താണ് സ്വയം തൊഴിൽ? അതിലൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. സിബിയുടെ മാതാപിതാക്കൾ സ്റ്റാർ പിക്കിൾസ് എന്ന പേരിൽ അച്ചാർ യൂണിറ്റ് നടത്തിവരുന്നു. സ്വന്തമായി തൊഴിൽ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി തുടങ്ങിയ ഈ തൊഴിൽ സംരംഭം ലാഭകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സിബിയുടെ കുടുംബത്തിൻ്റെ വരുമാന മാർഗം എന്നതിനൊപ്പം 10ഓളം കുടുംബങ്ങൾക്ക് ഈ സംരംഭങ്ങളിലൂടെ തൊഴിൽ ലഭിക്കുന്നു. ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സാമ്പത്തിക സ്വതന്ത്ര പ്രവർത്തനങ്ങളിലൂടെ ഉപജീവനം നടത്തുന്നതിനെ സ്വയം തൊഴിൽ എന്ന് പറയുന്നു. സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്തവും നിർവഹിക്കുന്നു. സ്വയം തൊഴിലിൽ വ്യക്തികൾ കൂടുതലും ഒറ്റക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും. നിങ്ങളുടെ പ്രദേശത്ത് വ്യക്തികൾ ഒറ്റക്കോ കൂട്ടായോ നടത്തുന്ന പലചരക്ക് കട, തുന്നൽ കട, പലഹാരക്കട എന്നിവയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇവയൊക്കെ സ്വയം തൊഴിലുകൾക്ക് എക്സാമ്പിളാണ്. ഇനി കുറച്ച് സ്വയം തൊഴിൽ പദ്ധതികൾ കൊടുത്തിട്ടുണ്ട്. സ്വയം തൊഴിൽ പദ്ധതികളാണ് നവജീവൻ, കൈവല്യ, ശരണ്യ. നവജീവൻ പദ്ധതിയുടെ ഗുണഭോക്താവാണ് മുതിർന്ന പൗരർ. കൈവല്യ ഭിന്നശേഷിക്കാർ. ശരണ്യ അതിൻ്റെ ഉപഭോക്താവ് എന്ന് പറയുന്നത് വനിതകളാണ്. ഇനി ചായ്പയിൽ തുടങ്ങിയ പലഹാര നിർമ്മാണം. മലപ്പുറം ജില്ലയിലെ കർഷക കുടുംബത്തിൽ ജനിച്ച അനു സ്വന്തം വീട്ടിൽ നിന്നാണ് സ്വയം തൊഴിൽ സംരംഭം ആരംഭിച്ചത്. വീട്ടിൽ ചായ്പയിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി സാധാരണ പലഹാര ഇനങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു. ക്രമേണ ആവശ്യക്കാർ കൂടി വന്നു. ഇന്ന് 60ഓളം ഇനം പലഹാരം നിർമ്മിച്ചു വിൽക്കുന്നു. വർഷത്തിൽ 11 കോടിയോളം രൂപയുടെ കച്ചവടമാണ് നടക്കുന്നത്. പ്രതിമാസം 50,000 രൂപ സമ്പാദിക്കുന്ന വീട്ടമ്മ. പെയിൻറ്റിംഗ് ഹോബിയെ ബിസിനസ് തലത്തിലേക്ക് കൊണ്ടുവന്ന് വിജയം കൊയ്ത സംരംഭകയാണ് സജിത. ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ് ബിസിനസ്. സാരി, ഷർട്ട്, ചുരിദാർ, കുട്ടികളുടെ വസ്ത്രങ്ങൾ എന്നിവയിൽ മനോഹരമായി പെയിൻറ്റിംഗ് ചെയ്യുന്നു. ഫാബ്രിക് പെയിൻറ്റിനെ ഒരു ഹോബി എന്ന നിലയിൽ നിന്ന് ബിസിനസ്സാക്കി വികസിപ്പിച്ച് വിജയിച്ചു. ഇപ്പോൾ പ്രതിമാസം 50,000 രൂപ സമ്പാദിക്കുന്നു.
അധ്വാനിക്കാനുള്ള മനസ്സും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ വിവിധ തൊഴിലുകൾ ചെയ്ത് ജീവിത വിജയം കൈവരിക്കാം. എല്ലാ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ട്. വിദ്യാഭ്യാസത്തിനും അഭിരുചിക്കുമനുസരിച്ച് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട്. ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി നിർണ്ണയിക്കുന്നതിൽ തൊഴിലുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. വിവിധ തൊഴിൽ മേഖലകൾ, പിന്നെ തൊഴിലിൻ്റെ വൈവിധ്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. കൂടുതൽ SCERT വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.